മനുഷ്യൻ ഒരു കടുവയെ രക്ഷിച്ചു. പക്ഷേ കടുവയ്ക്കാണെങ്കിലോ അയാളെ തിന്നണം. അപ്പോഴതാ ഒരു സൂത്രക്കാരൻ എന്താ ചെയ്തതെന്നറിയണ്ടേ? വാ കൂട്ടുകാരെ, നമുക്ക് കഥ കണ്ടു നോക്കാം. വേട്ടക്കാരന്റെ കെണിയിൽ വീണ് കിടക്കുകയായിരുന്നു ഒരു കടുവ. ഇയാളെ പറ്റിച്ച് രക്ഷപ്പെടാം. ഇതെന്ത് കഥ? കടുവ പ്രാർത്ഥിക്കുകയോ? ഹേ മനുഷ്യ, നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു സന്ദേശമുണ്ട്, സ്വീകരിച്ചാലും. ദൈവത്തിന്റെ സന്ദേശമോ? അതെ, എനിക്ക് ദൈവത്തിന്റെ വെളിപാടുണ്ടായിരിക്കുന്നു. ഒരു സാധുവായ മനുഷ്യൻ എന്നെ തേടി വരുമെന്നും അയാൾക്ക് ഭഗവാൻ അരുളി ചെയ്ത സന്ദേശം നൽകണമെന്നുമായിരുന്നു വെളിപാട്. ആ മനുഷ്യൻ നിങ്ങൾ തന്നെയാണ്. എന്നാൽ വേഗമാകട്ടെ, ആ സന്ദേശം എനിക്ക് പറഞ്ഞു തരൂ. പറഞ്ഞു തരാമല്ലോ, പക്ഷേ എന്നെ തുറന്നു വിടണം. തുറന്നു വിടാനോ? തുറന്നു വിട്ടാൽ നീ എന്നെ തിന്നും. പക്ഷേ തുറന്നു വിട്ടാലേ മന്ത്രം പറഞ്ഞു കൊടുക്കൂ എന്ന് കടുവയും ശഠിച്ചു. അവസാനം ഗ്രാമീണൻ കടുവയെ തുറന്നു വിട്ടു. എവിടെ സന്ദേശം? താങ്കൾ എന്റെ ഭക്ഷണമാകണം എന്നതാണ് ദൈവത്തിന്റെ സന്ദേശം. എടാ ദുഷ്ടാ, നിന്നെ തുറന്നു വിട്ട് എന്നെ തന്നെ നീ തിന്നുന്നോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്റെ ഭക്ഷണമാണ്. എനിക്ക് വിശക്കുന്നു. ഗ്രാമീണൻ കേണപേക്ഷിച്ചപ്പോൾ കടുവ ഒരു വിട്ടുവീഴ്ച ചെയ്തു. ശരി, നമുക്ക് 3 പേരുടെ അഭിപ്രായം ചോദിക്കാം. ആരെങ്കിലും ഒരാൾ നിങ്ങളെ കൊല്ലണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. കടുവയും ഗ്രാമീണനും മധ്യസ്ഥരെ അന്വേഷിച്ച് നടന്നു. ഈ കടുവയെ ഞാൻ വേടന്റെ കൂട്ടിൽ നിന്നും രക്ഷിച്ചു. രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്നെ തിന്നണം എന്ന് പറയുന്നു. ഇത് ന്യായമാണോ? ന്യായം തന്നെ, എന്താ സംശയം? ഈ മനുഷ്യർ ഞങ്ങളെ കൊണ്ട് എല്ലും മുറിയെ പണിയെടുപ്പിക്കും. അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യും. രോഗം വന്നാൽ ഉപേക്ഷിക്കും. അത്രയ്ക്ക് ക്രൂരന്മാരായി ഇവര്. ഇയാളെ തിന്നണം. അയാൾ കടുവയോടൊപ്പം അടുത്തയാളെ അന്വേഷിച്ചു നടന്നു. കടുവ പറയുന്നത് ന്യായം തന്നെ. മനുഷ്യർ എത്ര ക്രൂരന്മാരാണ്. എന്റെ ഭാര്യയെ ഒരു മനുഷ്യൻ കൊന്നു. എന്നിട്ട് അവളുടെ തോല് വിറ്റ് അയാള് പണമുണ്ടാക്കി. ഈ മനുഷ്യനെ തിന്നുക തന്നെ വേണം. അവർ അടുത്ത മധ്യസ്ഥനെ അന്വേഷിച്ചു നടന്നു. ഗ്രാമീണന്റെ കഥ കേട്ടപ്പോൾ കുറുക്കന് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലായി. നിങ്ങൾ പറയുന്നത് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ കൂട്ടിൽ കിടക്കുമ്പോൾ കടുവച്ചേട്ടൻ അതുവഴി വന്നു ഇല്ലേ? ഛേ, വിഡ്ഢിത്തം. ഞാനായിരുന്നു കൂട്ടിൽ. ശരി. അപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കണ്ണു തുറന്നപ്പോൾ കടുവച്ചേട്ടനെ കണ്ടു അല്ലേ? ഛായ്, അസംബന്ധം. ഞാനായിരുന്നു കൂട്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്.
ആ ശരിയാണ്, കടുവച്ചേട്ടൻ കൂട്ടിലായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ എത്തി? കുറുക്കൻ ഒന്നും അറിയാത്ത പോലെ പിന്നെയും ചോദിച്ചു. മണ്ട ശിരോമണി, ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? എന്തോ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് സംഭവം നടന്ന സ്ഥലത്ത് പോകാം. ആ ശരി, പോകാം. കടുവയും കുറുക്കനും ഗ്രാമീണനും അങ്ങനെ കാട്ടിൽ കടുവ കിടന്ന കൂട്ടിനടുത്തെത്തി. ഇനി ഞാനൊന്ന് കാണട്ടെ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഈ മനുഷ്യൻ കൂട്ടിൽ കയറട്ടെ. കടുവച്ചേട്ടൻ എങ്ങനെയാണോ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നത് അങ്ങനെ ചെയ്യട്ടെ. ഓ, ഈ മണ്ടനോട് എത്ര തവണ പറയണം, ഞാനായിരുന്നു കൂട്ടിൽ. അതെങ്ങനെ? കടുവച്ചേട്ടൻ എങ്ങനെ കൂട്ടിൽ കയറും? ഓ മരക്കഴുത, ദാ ഇങ്ങനെ. ഇപ്പൊ മനസ്സിലായോ? ശരി, സമ്മതിച്ചു. ഇനി നിങ്ങൾ ആ കൂടടയ്ക്കൂ. ഞാനൊന്ന് കാണട്ടെ നിങ്ങൾ എങ്ങനെയാണ് അത് തുറന്നതെന്ന്. ഇനി ഞാൻ കൂട് തുറക്കട്ടെ? എടോ മനുഷ്യ, നിങ്ങളെപ്പോലൊരു പമ്പര വീട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വേഗം ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഗ്രാമീണൻ ഇത് കേൾക്കാത്ത താമസം കുറുക്കന് നന്ദി പോലും പറയാതെ ഓടി രക്ഷപ്പെട്ടു. കടുവച്ചേട്ടാ, ചേട്ടൻ ഇനി സൗകര്യം പോലെ പ്രാർത്ഥിച്ചോളൂ. മഞ്ചാടി